ക്രിസ്മസ് പ്രമാണിച്ചുള്ള സ്പെഷ്യൽ കോക്ടെയിൽ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാ ചോദിച്ചത്? ഇതിന്റെ പേരെന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇച്ചാനിപ്പോ കുരുങ്ങും. ഇതാ എല്ലാരും കൂടി ഇന്ന് താർത്തോണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ചിക്കൻ സ്റ്റൂ ആണ് ഇട്ടേക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒരു ചെറിയ നോൺ വെജ് സദ്യ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഹായ് ഹലോ, എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറും കൂടി പറഞ്ഞേക്കാം. ആക്ച്വലി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വ്ളോഗ് വരുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ ക്രിസ്മസ് ഡേ ആണ്. രാവിലെ തന്നെ നമ്മള് ഒന്ന് പള്ളിയിലൊക്കെ പോയിട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങ് തുടങ്ങിയേക്കാന്ന് ഓർത്തു. അപ്പൊ മിസ്സിസ് ആഗിലുള്ള സെന്റ് അൽഫോൺസ കാത്തലിക് ചർച്ചിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് വീട്ടില്. അപ്പം കുറച്ച് പരീക്ഷണങ്ങളും എല്ലാം കൂടി ആയിട്ട് നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്നു. എന്നിട്ട് ഇന്ന് അവരെല്ലാരും കൂടി സ്റ്റേ ആണ്. അപ്പൊ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അടിച്ചങ്ങ് താർത്തേക്കാന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ KTCയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ 30-ാം തീയതി അല്ലെ, ഡിസംബർ 30. അപ്പം ആ ക്രിസ്മസ് സെലിബ്രേഷനും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മുടെ ഈ വ്ളോഗ് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ന്യൂ ഇയറും കൂടി കഴിഞ്ഞിട്ടല്ലേ, ന്യൂ ഇയറിനായിരിക്കും ഈ വ്ളോഗ് ഞാൻ ഇറക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചു ക്രിസ്മസ് ആഘോഷങ്ങളും ഇവിടുത്തെ പരിപാടികളും എല്ലാം നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും പാഴാക്കാതെ എല്ലാവർക്കും കൂടി അങ്ങ് ആഘോഷിച്ച് തകർത്ത് ഒരു ക്രിസ്മസ് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഞങ്ങൾ പള്ളിയിലോട്ട് കയറട്ടെ. പള്ളിയിലോട്ട് കയറല്ല, പോകുന്ന വഴിയാണ്, പോകാൻ പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് ക്ലിപ്സ് ഞാൻ അന്നേരം കാണിച്ചു തരാം പള്ളിയിലെത്തത്. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഒന്നും കൂടി മേരി ക്രിസ്മസ്. ഇനിയിപ്പം അടുത്ത ബാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബാക്കി പുറകെ വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ടാറ്റാ ബൈ. അപ്പൊ നമ്മൾ പള്ളിക്കകത്തോട്ട് കയറുവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൊറന്റോയിലെ കത്തോലിക്ക ചർച്ച്. ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ അകത്തോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് ആഘോഷം തുടങ്ങുകയാണ്. ഇതാ വീട്ടില് ചെറിയ പുൽക്കൂടൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് ഞാൻ പരീക്ഷണത്തിന് പിടിച്ചിരുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ ഉണ്ടാക്കിയ വൈനും കേക്കും കൊടുക്കാനായിട്ട്. ഓക്കെ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ. ഇവിടെ നമ്മളങ്ങ് ആഘോഷിക്കുക ക്രിസ്മസ് ആഘോഷം. പുറത്തുനിന്ന് നിങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. കഴിച്ചോളൂ. മഴിക്ക് വേണം ഇങ്ങോട്ട്. ഞാനും ഉണ്ടല്ലേ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. അപ്പൊ ടേസ്റ്റ് ചെയ്തോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആഘോഷം തുടങ്ങിയേ. ഒരു കേക്കിന്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണേ. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മതി. ശരിക്കുള്ളത് പറഞ്ഞാൽ മതി. സത്യടി കേക്ക് കോമ്പിനേഷൻ പറയണ. അവന്റെ സൂം ചെയ്ത എന്താ തോന്നുന്നത്? ശരിക്കുള്ളത് പറഞ്ഞോ. എന്തെങ്കിലും മധുരം വേണോ? ആക്ച്വലി എനിക്ക് മധുരം ഓക്കെ ആയിരുന്നു. ഇച്ചായന് മധുരം കൂടുതൽ വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ജോയിക്ക് എങ്ങനെയാ? ഇനി കൂടെ 21 ദിവസം കഴിഞ്ഞപ്പോ എടുത്തിട്ടേ ഉള്ളു സംഭവം. കേക്കും വൈനും കൂടെ ഒക്കെയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എന്നെ വിഷമിപ്പിക്കണം ഓർത്തിട്ടല്ല തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിതാ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം തുടങ്ങി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ക്രിസ്മസ് ആഘോഷം തുടങ്ങി. ഒരാൾ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് അപ്പം ചുരുന്നാണ്. ചൂടായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. ഇതാണ്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ് ഇട്ടേക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. അല്ലടാ, റെഡി അല്ലടാ?
ഓക്കെ. ഇവിടെ ഒരാള് ക്രിസ്മസ് പ്രമാണിച്ചുള്ള സ്പെഷ്യൽ കോക്ടെയിൽ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാ ചോദിച്ചത്? ഇതിന്റെ പേരെന്തായിരുന്നു? ഡബിൾ ബ്ലാക്ക് ജോണി വാക്കർ സ്കോച്ച്. ഓക്കെ. ഈ കോക്ടെയിലിന്റെ പേരോ? വിസ്കി സോർ. വിസ്കി സോർ. ഓക്കെ. അപ്പൊ എന്തൊക്കെ ഇടണ്ടേ? ഒന്ന് ഉണ്ടാക്കി കാണിച്ചേ. അപ്പൊ സ്പെഷ്യൽ കോക്ടെയിൽ എല്ലാരും കണ്ടോ? ഏതെങ്കിലും വിസ്കി മതി. ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ. ഓക്കെ. അതായത് ഒരു ലൈം ഫുൾ. ഇത് 2 ലൈം. ഓക്കെ. ഇതിന്റെ പകുതി. ഓക്കെ. അപ്പൊ വിസ്കിയിലോട്ട് നമ്മളിതാ ലൈം ജ്യൂസ് ഒഴിക്കുന്നു. ഇത് ഒരു ലൈമിന്റെ ജ്യൂസ് അല്ലേ? ഒരു ലൈമിന്റെ ജ്യൂസ്. ഓക്കെ. 1/3 കപ്പ് ഓഫ് ഇത് ഇട്ടേക്കുന്നത് ഷുഗർ ഇട്ടു. ഓക്കെ. 2 കപ്പ് വെള്ളം. 2 കപ്പ് വെള്ളം ഒഴിച്ചു. നമ്മുടെ കോക്ടെയിലിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ലോട്ടൊന്ന് മിക്സ് ആണ്. ഓക്കെ. ഇതൊരു ഏത് സ്വീറ്റ് സിറപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് പകരം ഹണി ഉപയോഗിക്കാം. സിമ്പിൾ ഷുഗർ സിറപ്പ് ഉപയോഗിക്കാം. ഹണി അല്ലെങ്കിൽ ഷുഗർ ഉപയോഗിക്കാം. ഫ്ലേവേർഡ് സിറപ്സ് ഉണ്ട്. ഓക്കെ. എല്ലാ കോക്ടെയിലിനും ഒരു ബേസ് ഉണ്ട്. ഒരു ആൽക്കഹോളിക് ബേസ് ആണ്. ഒരു വിസ്കി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമല്ലോ. വിസ്കി, ബ്രാൻഡി, വിസ്കി ഇടാം, വോഡ്ക ഇടാം, ബ്രാൻഡി ഇടാം, എല്ലാം വെച്ച് ഓക്കെ. വിസ്കി ബേസ് ഉള്ള ഒരു കോക്ടെയിൽ. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ക്രിസ്മസ് ഡ്രിങ്ക് ആണ് നമ്മളിവിടെ നമ്മുടെ ജോ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കായിട്ട്. കുടിക്കാൻ പറ്റിട്ടെ ക്രിസ്മസ് ആയിട്ട് ഞാനത് അലങ്കരിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി അല്ലേ? ഈ പാത്രം എവിടെ നിന്ന് മേടിച്ചതാ ജോ? ഇത് കോക്ടെയിലിന് വേണ്ടിട്ട് മേടിച്ചതാണോ? ഓക്കെ. ആ പാത്രം കൂടെ നമുക്കൊന്ന് കാണിച്ചെടുത്തേക്കാം. ഇത് കണ്ടോ, കോക്ടെയിലിന് വേണ്ടി ജോ സ്പെഷ്യലായിട്ട് എടുത്തോണ്ട് വന്ന സാധനങ്ങളും എന്താ ഒരു പാത്രവുമാണിത്. അടുത്തായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ടോണ്ടിരിക്കുകയാണ്. കോക്ടെയിലേക്ക് ഇടുന്നു. അല്ല, ഇപ്പൊ ഇതിലെന്തൊക്കെയാ കിടക്കുന്നത്? അല്ല, ഇതിലെന്തൊക്കെയാ ജോ കിടക്കുന്നത് ഈ പാത്രത്തില്? വിസ്കി, ലൈം. ഓക്കെ. നമ്മള് നേരത്തെ ഒഴിച്ചു വെച്ച വിസ്കി, ലൈം, അതിലോട്ട് ക്രഷ്ഡ് ഐസ് ഇടുന്നു അല്ലേ? ഓക്കെ. ഇടേണ്ട വരും. രണ്ടാമത്തെ കോക്ടെയിലിന് ഐസിന്റെ അളവ് ഡിപ്പെൻസ് ആണ്. ഐസിന്റെ അളവ് ഒരു ഇതുപോലത്തെ ഒരു കപ്പാണെങ്കിൽ ഒരു ഹാഫ് കപ്പ് വേണ്ടി വരും. പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം ഒരു 2 കപ്പ് വേണം. 2 കപ്പ്. ഒരു കപ്പ് ഇതിന് വേണ്ടി വരും. ഇതിപ്പോ എത്ര പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്? ഇതിന്റെ പകുതി ഒരു കൊണ്ട ഒരു അതിന്റെ പകുതി അല്ലേ? എത്രത്തോളം മാക്സിമം അടിപൊളിയായിട്ട് കൊടുക്കണം. മിക്സ് പോലെ ഇരിക്കും. ഓക്കെ. ടേസ്റ്റ് അതെ ഞാനിപ്പോ പറയാൻ വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ കുരുങ്ങും. ഇവിടെ ക്യാമറ ഓണായി കറക്റ്റ് റെക്കോർഡ് ആയിട്ടുണ്ട്. അടിപൊളി. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചോണ്ടിരുന്നപ്പോഴാണ് നടന്നു. എന്നിട്ടും കുലുക്കം കൊണ്ടിരിക്കുകയാണല്ലേ. അടിപൊളി തളരുന്നുണ്ടേ. ഓക്കെ. നമ്മുടെ കോക്ടെയിലിന്റെ അവസ്ഥ എന്താണ്? കുലുക്കി കഴിഞ്ഞപ്പോ ഒന്ന് കാണിച്ചേ. ഓക്കെ. അത് പകുതി കൂടുതലും പോയെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. എന്തായാലും നമ്മുടെ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തിനാ ഇനി നാരങ്ങ ഇടണോ? ഓ അല്ല, ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? വിസ്കി സോർ അല്ലേ? വിസ്കി സോർ. ഓക്കെ. ക്രിസ്മസ് സമയത്ത് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ. ഓക്കെ. അപ്പൊ നമ്മുടെ ടെസ്റ്റിംഗ് ടൈം ആണ്. ടെസ്റ്റിംഗും കൂടി ചേർന്ന് മധുരത്തിരില്ല. നല്ലൊരു ബാലൻസ്ഡ് ഒരു ലൈം ബേസ്ഡ് ഡ്രിങ്ക് ആണ്. ഓക്കെ. ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ്. എല്ലാരും കൂടി ഇന്ന് താർത്തോണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ സെക്കൻഡ് മീലിലോട്ട് കടന്നേക്കാണ്. നമ്മുടെ ഊണിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ നോൺ വെജ് സദ്യ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. നമ്മുടെ പോംഫ്രൈറ്റ് ഫ്രൈ, ബീഫ് ലിവർ കോക്കനട്ടിൽ വറ്റിച്ചെടുത്തേക്കുന്ന ഒരു കൊച്ചി സ്റ്റൈൽ കറി, ഇത് നമ്മുടെ ബീഫ് വിന്താലു, ഇത് ക്യാരറ്റ് ക്യാബേജ് തോരൻ, നമ്മുടെ സാലഡ്, പിന്നെ ഇത് ഇറ്റാലിയൻ സ്പെഷ്യൽ മോര് കറി, പിന്നെ അച്ചാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് മീല്. ഇതെല്ലാവരും ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഓൾറെഡി കഴിച്ച് പാത്രത്തിൽ നിന്ന് പകുതി ആകാറായെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഫുഡ്? കഴിച്ച് എന്തായാലും കഴിച്ച് തീരാറായില്ലേ? ഓ ഞാൻ ചുമ്മാ പറയാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, നിങ്ങളോട് കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കണ്ടോ അഭിപ്രായം? ഏത് ഡിഷ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? രാവിലത്തെ ചിക്കൻ സ്റ്റൂ ആയിരുന്നു. നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഓക്കെ, എന്തായാലും ചിക്കൻ സ്റ്റൂ ആണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഊണ് കഴിക്കട്ടെ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം. അപ്പൊ നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ KTCയുടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഒരു രക്ഷയില്ല. പുറത്തുനിന്ന് ഒരു സ്റ്റൈലായിട്ട് ഒരു ഇൻട്രോ ഒക്കെ പറയാമെന്ന് ഓർത്തു, പക്ഷെ തണുപ്പ് കാരണം ജാക്കറ്റ് ഒന്നും ഇടാത്ത കാരണം ഒരു രക്ഷയില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ ഇതാ അകത്തോട്ട് കയറുവാണ് കേട്ടോ. തണുപ്പ് നല്ല സുഖമുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഇന്ന് നടക്കാൻ പോകുന്നത്. ഓൾറെഡി സ്റ്റാർട്ടായെന്ന് തോന്നുന്നു പരിപാടിയൊക്കെ. അപ്പോൾ നമുക്കിനി അകത്തോട്ട് ചെന്ന് പരിപാടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ആക്ച്വലി ഇവിടെ പ്രോഗ്രാമിനെല്ലാം ഏകദേശം ഒരേ സ്വഭാവമൊക്കെ തന്നെ ആയിരിക്കും. ഗാനമേളയുണ്ട്, ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട് എന്നൊക്കെയാണ് ബോഷറിൽ കണ്ടത്. മാജിക് ഷോ, പിന്നെ ഒരു വലിയ ടെഡി ബിയർ, പിന്നെ DJ, പിന്നെ ഡിന്നർ, അങ്ങനെ അതൊക്കെയാണ്. ലക്കി ഡ്രോ, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അകത്ത് ചെന്നിട്ട് ഏകദേശം അതിൻ്റെ ഒരു സംഗ്രഹം ഞാൻ കാണിച്ചത്. അപ്പം നമ്മുടെ ക്രിസ്മസ് ആഘോഷം പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ DJ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പോകാൻ നിന്നൊന്നും നമുക്ക് വീട്ടിൽ പോക്ക് നടക്കത്തില്ലാത്തത് കൊണ്ട് നമ്മളിതാ ഇറങ്ങുകയാണ്. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഈ കൊച്ചു ക്രിസ്മസ് ആഘോഷങ്ങളും പരിപാടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കാനഡയിലെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതെന്താണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ടാറ്റ ബൈ പറഞ്ഞേക്കാം. ബൈ.